മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ഹബക്കുക്ക് 2, 3, 4 വാക്യങ്ങൾ. The book of Habakkuk, chapter 2, verses 3 and 4. ദർശനം അതിന്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുന്നു. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തന്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ലളിത ജീവിതം നയിക്കുന്ന ക്രൈസ്തവൻ ധിക്കാരികളുടെയും അഹങ്കാരികളുടെയും പരിഹാസത്തിന് ഇരയായേക്കാം. തിന്മ സഹിച്ചു മടുക്കുന്ന ആ ക്രൈസ്തവൻ നിരാശനാകാൻ ഇടയുണ്ട്. പക്ഷേ നേരില്ലാത്ത അഹങ്കാരിയെ ദൈവം ശിക്ഷിക്കാതിരിക്കുകയില്ല. സമയം കടന്നു പോകുന്നെന്ന് ചിന്തിച്ച് നിരാശപ്പെടരുത്. സമയം തെറ്റുകയില്ല. വൈകിയാലും അതിനായി കാത്തിരിക്കൂ. ദൈവം എതിർത്തു നിൽക്കുന്നത് അഹങ്കാരികളോട് മാത്രമാണ്. ദൈവത്തിന്റെ നീതിയുള്ള വിധി അഹങ്കാരിയുടെ മേൽ വീഴും. അതവനെ തകർക്കും. ഹബക്കുക്ക് പറയുന്നത് ഇസ്രായേലിനോടാണെങ്കിലും നിത്യമായ പ്രമാണമാണ് അതിലടങ്ങിയിരിക്കുന്നത്. നമുക്കും തരുന്ന ഒരു സന്ദേശമാണ്. നമ്മുടെ കാര്യത്തിലും ദൈവം ഇടപെടും. അലക്സാണ്ടർ ചക്രവർത്തി പലസ്തീൻ നാട് ആക്രമിച്ച കാലത്ത് ജീവിച്ച പ്രവാചകനാണ് ഹബക്കുക്ക്. യഹൂദന്മാർ വളരെ വിഷമിച്ചു. ദുഷ്ടനെന്നും ജയിക്കുമോ എന്ന് ജനം ചോദിച്ചു. പ്രവാചകന്റെ മനസ്സിലും സംശയം ഉദിച്ചു. ഒരു ദർശനത്തിലൂടെ പ്രവാചകന് മറുപടി ലഭിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അലക്സാണ്ടർ ലോകത്തെ വിറപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ മധ്യായുസ് പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. ദുഷ്ടനധികം നീളുകയില്ല എന്ന പ്രവാചകന്റെ വാക്ക് നിറവേറി. കാലതാമസം നേരിട്ടാൽ നാം നിരാശപ്പെടരുത്. വിശ്വാസത്തോടെ കാത്തിരിക്കണം. റോസച്ചെടി നട്ടാൽ അടുത്ത പ്രഭാതത്തിൽ പൂക്കൾ വിരിയും എന്നാരും പ്രതീക്ഷിക്കുകയില്ല. പാടത്ത് വിത്ത് വിതച്ചാൽ അടുത്ത ദിവസം നെല്ല് കൊയ്യുവാൻ സാധിക്കുകയില്ല. അതെ, നീതിമാൻ വിശ്വാസത്താൽ കാത്തിരിക്കും. അങ്ങനെയെങ്കിൽ അവൻ ദൈവത്തെ കാണും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.